നമുക്ക് വേറെ എന്തെങ്കിലും ഡിമാൻഡ് കാര്യങ്ങളുണ്ടോ? ഡിമാൻഡ് ഒന്നുമില്ല. അതെ, നല്ല പെൺകുട്ടിയായാലും വന്നാൽ മതി. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായാലൊക്കെ മതി മതി മതി. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ എമറാൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ വന്നത് സന്തോഷ് എന്ന് പറഞ്ഞ ബ്രോനെ കാണാനാണ്. 39 വയസ്സാണായത്. നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ JCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനാൻഷ്യലി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. സ്വന്തം വീടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കോലായിൽ ഇറങ്ങിയാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നമുക്ക് അവരുടെ വീടൊക്കെ കാണിച്ചു തരാം, ആളെയൊക്കെ പരിചയപ്പെടുത്തരാം. നമുക്ക് തമിഴ്നാടായാലും കുഴപ്പമില്ല, കേരള ആയാലും കുഴപ്പമില്ല, നല്ലൊരു പെൺകുട്ടിയാവുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നുള്ളൂ കേട്ടോ. എന്നാൽ നമുക്കവരെ പരിചയപ്പെടാം. ഇവരുടെ വീടിൻ്റെ കോലായിൽ നിന്ന് കാണുന്ന വ്യൂ ആണിതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഇവരുടെ വീട് കേട്ടോ. ഇതാണ് വീട്. ഓക്കെ, ഇത് രണ്ടും ഒരു വീട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ 2 സെക്ഷനായിട്ടുള്ളതാണ്. 9 റൂമെങ്ങാനുണ്ട് ഇവിടെ കേട്ടോ. ഇതാ കാണുന്നതാണ് സന്തോഷ് ബ്രോൻ്റെ കൃഷിസ്ഥലം കേട്ടോ. ഇതാ താഴെ വരെ ഉണ്ട്. ഇതൊക്കെ പണിക്കാറുണ്ട്. അപ്പോൾ പണിയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. ഓക്കെ, ഇത് അച്ഛനാണ്. അച്ഛൻ നമസ്കാരം. എന്തൊക്കെയാ? അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് സംസാരിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇതാണ് സന്തോഷ് ബ്രോ. എന്താ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? അതിനെ പോണു. അപ്പോൾ സന്തോഷ് ചേട്ടാ, കല്യാണ ആലോചനകൾ കുറേയായി നോക്കുന്നില്ലേ? അതെ, നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇങ്ങനെ വന്ന് കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. അത് ഇവിടെ എത്ര നോക്കി ഒന്നും കിട്ടുന്നില്ല. ഇവിടെ എന്ത് കൃഷി? ഞങ്ങളെ കൃഷി ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനത്തേതാണ്. അപ്പോൾ അത് എത്ര ഏക്കറിലാണ്? ഇത് ഏക്കർ, 1 ഏക്കർ. 1 ഏക്കറിൽ കൃഷി. അപ്പോൾ അത് വിളവെടുത്ത് ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൃഷിയല്ലാതെ വേറെ എന്തെങ്കിലും? കൃഷിയല്ലാതെ നമ്മുടെ സ്വന്തം JCB ആണ്. JCB ഇവിടെയല്ല, പുതുക്കോട്ടയിൽ ഓടുന്നത്. അവിടെ ലീവ് ഉള്ളുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ പിന്നെ മലയാളിയാണ്, പക്ഷെ ഇവിടെ സെറ്റിലായിട്ട് കുറേ വർഷമായി അല്ലേ? ഇവിടെ 50 കൊല്ലമായി. 50. അതെ. അപ്പോൾ ഇവർ ഊട്ടിയിൽ ഒരുപാട് പേരങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരങ്ങനെ സെറ്റിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തമിഴ്നാടാനാലും പറവല്ല, കേരള ആനാലും പറവല്ല, നല്ലൊരു പൊണ്ണൊക്കെ എടുക്കണം. അവളോതാ വേറെ ഇതും പാക്കുന്നതില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 39 വയസ്സായതല്ലേ? 39. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള നോക്കാം? നമുക്ക് ഒരു മിനിമം ഒരു 30, 32 ഇങ്ങനത്തെ 32, 35 ഉള്ളിൽ. 35 വരെ അല്ലേ? സന്തോഷ് ചേട്ടൻ്റെ ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആദ്യ വിവാഹം തന്നെയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 2ാം വിവാഹം ആണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾ വിളിക്കാതിരിക്കരുത്, നിങ്ങൾ വിളിക്കണം. 35 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക. പിന്നെ ഊട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അച്ഛനും പിന്നെ സന്തോഷ് ഭായി തന്നെയാണുള്ളത്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ മൊത്തം 6 ആൾ. 5 ചേച്ചിമാർ, ലാസ്റ്റ് 1 ആൾ. എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഒറ്റ ആണാണ്. അതെ, 5 ആളുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഈ വീട്ടിൽ അച്ഛനും സന്തോഷ് ഭാവും തന്നെയാണുള്ളത്. ഇപ്പോൾ പിന്നെ അച്ഛൻ്റെ പെങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇവിടെ ആളില്ലേറ്റ് അത്ര പോലും നമ്മളൊരു വീട്ടിലൊരു ആളില്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് കല്യാണം നോക്കി റെഡിയാവുന്നുമില്ല. എന്തുകൊണ്ടാണില്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ഷാമം പെൺകുട്ടികൾക്ക് വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നാട്ടിലുള്ള ഒരാളാകുമ്പോൾ ഊട്ടിയിലുള്ള ആൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും അവരുടെ വീട്, എന്തായിരിക്കും അവരുടെ സാഹചര്യം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് അവരുടെ ചുറ്റുപാടൊക്കെ കാണിച്ചിട്ട് ഇതാണ് ഇവരുടെ സാഹചര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഓക്കെ ആണെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടോടൊന്ന് അന്വേഷിച്ച് പരസ്പരം ഇഷ്ടമായി പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്താം. വേറെ ഇവിടെ സാമ്പത്തിക ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല. അതെ, അതാണെങ്കിലും കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകുന്നതാണ്. ക്യാരറ്റ് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോൾ മാർക്കറ്റുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ JCBൻ്റെ വർക്ക് അതുകൊണ്ട് പിന്നെ ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ. ദൂരമൊന്നും പ്രശ്നമില്ല, ദൂരമൊന്നും കുഴപ്പമില്ല. പിന്നെ ഊട്ടിയല്ലേ, ഭയങ്കര തണുപ്പായിരിക്കൂലേ, അവിടെ വന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില കേരളത്തിലുള്ള കുട്ടികളുണ്ടായേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിലാവുമ്പോൾ ആ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും. പിന്നെ അതിനുള്ള ഇപ്പം എല്ലാ സമയവും ഫുൾ തണുപ്പൊന്നും അല്ലല്ലോ. എല്ലാ സമയമൊന്നുമില്ല. ഈ മാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ.
പിന്നെ ഒരു മീഡിയം ലെവലിൽ അങ്ങനെ മീഡിയം ലെവൽ ചൂട് ഒരുപാടുണ്ട്. അതെ, അതൊന്നും കുഴപ്പമില്ല. അതെ, ചൂട് കുറവായിരിക്കും. അതാണ്, അല്ലാണ്ട് ഓവർ എന്നുള്ള തണുപ്പൊന്നും എല്ലാ മാസവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം പറയുകയാണ്, ഇപ്പോൾ ഇത് പലയിടത്തിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്. അപ്പോൾ അവരെ ഊട്ടിന്ന് പറയുമ്പോഴേ തണുപ്പാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഊട്ടിന്ന് പറയുമ്പോഴേ തണുപ്പൊന്നും ഇല്ല, എല്ലാ മാസവും അങ്ങനത്തെ ഷിവറിങ് ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. മീൻസ് നമ്മളിപ്പോൾ അതൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിവിടെ വന്ന് അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിമാൻഡ് കാര്യങ്ങളുണ്ടോ? ഡിമാൻഡ് ഒന്നുമില്ല. അതെ, നല്ല പെൺകുട്ടിയായി വന്നാൽ മതി. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായാലൊക്കെ മതി മതി മതി. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. 10 വരെ പഠിച്ച് പിന്നെ തൊഴിൽ അങ്ങനെ പോയി. കൃഷിക്കാരെങ്കിലും പിന്നെ വണ്ടി ഇതാണ് പോയത്. അവർക്ക് സ്വന്തമായിട്ട് വണ്ടി കാര്യങ്ങളെല്ലാം അല്ലാണ്ട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ വരിക മുമ്പോട്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ആൾക്ക്, പിന്നെ നല്ല സ്ലിമായിട്ട് തന്നെയാണ്, ഓവർ തടി കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 5.8 അല്ലേ, 5.8 ആ ഒരു രീതിയിലാണ് വരുന്നത്. സന്തോഷ് ബ്രോക്ക് തമിഴും മലയാളവും നല്ലവേ തെരിയും. അപ്പോൾ തമിഴ്നാട് ആനാലും പരവായില്ല, കേരള ആനാലും പരവായില്ല, நல்லதா பார்த்து ஒரு பொண்ணை கிடைக்கணும், அவ்வளோதான். அப்போது நம்ம வீடியோ நிறைய பேர் தமிழ்நாட்டிலிருந்து பார்த்துட்டு தான் இருக்குது. நம்ம வீடியோ பண்ண ஒரு 3-4 பொண்ணு தமிழ்நாட்டில் இருந்து மாப்பிள்ளை வந்து மேரேஜ் பண்ணிகிட்டு இருக்கேன். மதுரையில் இருந்தெல்லாம் மாப்பிள்ளை வந்து மேரேஜ் பண்ணி கூட்டு போயிருக்கு. அப்போது இது வந்து கனெக்டட் தான், எனக்கு தெரியும். கேரளா வீடியோ ஆனாலும் தமிழ்நாட்டிலும் இந்த வீடியோ நிறைய பேர் பார்த்துட்டு தான் இருக்குது, அதெல்லாமே தெரியும். அதனால தான் சொல்கிறேன், உங்கள் ஃபேமிலியில் யாராவது சந்தோஷ் ப்ரோக்கு ஏற்றபடி இருந்தால் கண்டிப்பாக கனெக்ட் பண்ணுங்கள். மற்றபடி ஏதாவது டீட்டெயில்ஸ் வேணும்னா இந்த நம்பரில் கால் பண்ணால் போதும். ஜஸ்ட்டு கால் பண்ணுங்கள், டீட்டெயில்ஸ் எல்லாம் நேரடியாக பேசலாம். ரொம்ப ஃபினான்ஷியலி புவரானவங்க எல்லாம் இருக்கும்ல, மேரேஜ் பண்ணி வைக்கிறதுக்கு வசதி இல்லை, அந்த மாதிரியெல்லாம் இருக்கும்ல, அந்த மாதிரி ஆனாலும் பரவாயில்ல. நம்ம பொறுத்த வரைக்கும் பொண்ணு நல்லா இருக்கணும், அவ்வளோதான். மற்றபடி எதானாலும் பரவாயில்ல. அப்போது கண்டிப்பாக நீங்கள் கால் பண்ணுங்கள், மேரேஜ் சீக்கிரம் ரெடி ஆகட்டேன். தமிழ் கொஞ்சம் அப்படி இப்படி வரும், அதெல்லாம் பார்க்க வேணாம், நீங்கள் கால் பண்ணுங்கள். ഓക്കെ, അപ്പോൾ ഓക്കെ, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ.